കമനീയ കിശോരമുഗ്ധമൂർത്തേ കളവേണുകൊണിതാദൃതാനനേന്തോः മമ വാജി വിജൃംഭതാം മുരാരേः മധുരിം നഃ കണികാപി കാപി കാപി മദശിഖണ്ഡി ശിഖണ്ഡ വിഭൂഷണം മദനമന്ധരമുഗ്ധമുഖാംബുജം വ്രജവധൂനയനാഞ്ജലവഞ്ചിതം വിജയതാം മമ വാങ്മയജീവിതം. കുന്നോളം വെണ്ണ പീതാംബരമുരളികയും ഗോപിയും പീലിയും നൽ പൊന്നോ പൊന്നേലസ്തും കിരീടം തളവള്ളക്കട്ടകം മാലയും പട്ടുകോണം തന്നോളാം കണ്ണ വന്നീടുക മമ ഹൃദി ആരാമമൊന്നിൽ കളിക്കാനെന്നും ശ്രീ നന്ദസൂനോ തവ കഴലിണ ഞാൻ കൈതൊഴാം ഭക്തിപൂർവം. വള്ളിയൂർവാസിനം ശാന്തം ജ്ഞാനവൈരാഗ്യഭൂഷണം ശ്രീ ഭാഗവത നിഷ്ണാതം നൗമിതം ലോകശങ്കരം. സദ്ഗുരുഭ്യോ നമഃ. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. ദശമസ്കന്ധത്തിലെ ഭഗവാന്റെ സ്വയംവരത്തിലേക്ക് നമ്മൾ എത്തിയപ്പോൾ 2 അധ്യായങ്ങളിലൂടെ ആ രുക്മിണി സ്മരണം, രുക്മിണി ഹരണം, ഭഗവാൻ സുവർണ ലക്ഷണത്തോടു കൂടിയിട്ടുള്ള രഥത്തിലേക്ക് രുക്മിണിയെ ആനയിച്ച് ദ്വാരകയിലേക്ക് പോയിക്കൊണ്ട് ഇരിക്കുന്നതായിട്ടുള്ള രംഗങ്ങൾ ഒക്കെ നമ്മൾ അവിടെ പറഞ്ഞു. എന്തായാലും ആ ഭഗവാൻ പിന്നീട് കുണ്ടിനത്തിൽ നിന്നും രുക്മിണീ ദേവിയെ ദ്വാരകയിൽ കൊണ്ടുപോയി വിധിയാം വണ്ണം ആ സ്വയംവരം നടത്തി എന്ന് പറഞ്ഞുകൊണ്ടാണ് അടുത്ത അധ്യായത്തിൽ പറയുന്നത്. എന്തായാലും രുക്മിണിയുടെ സന്ദേശം കേട്ടതോടുകൂടി ഭഗവാൻ വേഗം ബ്രാഹ്മണനോടുകൂടി അവിടെ ചെന്നതും ആ രുക്മിണിയെ സ്വീകരിച്ചതും ഒക്കെ അവിടെ പറഞ്ഞതിന് ശേഷം അതിന് പിന്നീട് അവിടെ കൃഷ്ണ വിദ്വേഷികളായിട്ടുള്ള രാജാക്കന്മാരെയൊക്കെ ആയിട്ട് യുദ്ധം ചെയ്യുവാൻ വേണ്ടിയിട്ട് തീരുമാനിച്ച് അവര് തനിക്ക് പറ്റിയതായിട്ടുള്ള ഈ കൊള്ളരുതായ്മകളെ കുറിച്ചൊക്കെ മനസ്സിലാക്കിക്കൊണ്ട് ഈ രാജാക്കന്മാരൊക്കെ എന്ത് ചെയ്തു, ഭഗവാന്റെ നേരെ അല്ലെങ്കിൽ ബലഭദ്രസ്വാമിയുടെ നേരെ യുദ്ധത്തിനായിട്ട് ഒരുങ്ങി അവിടെ കവചങ്ങൾ അണിഞ്ഞുകൊണ്ടും ധാരാളം ആയുധങ്ങൾ ഒക്കെ എടുത്തുകൊണ്ട് വാഹനങ്ങളിൽ കയറി അവരവരുടെ സൈന്യങ്ങളുമായി കൊണ്ട് നേരെ ഭഗവാന്റെ പുറകെ യുദ്ധത്തിനായിട്ട് ചെന്നു. അവിടെ അങ്ങനെ ആ യാദവരുടെ സൈന്യാധിപന്മാര്, ബലരാമസ്വാമി കൊണ്ടുവന്നിട്ടുള്ള സൈന്യാധിപന്മാരൊക്കെ അവരും ആ ശത്രുക്കളായിട്ട് വരുന്നവരുമായിട്ട് മുഖാമുഖം ഗംഭീരമായിട്ടുള്ള അസ്ത്രപ്രയോഗത്തില് ആ ശത്രുക്കളെ മുഴുവൻ അവിടെ പലതരത്തിലാണ്. ആനയുടെ പുറത്തും അതുപോലെ ഗജസ്കന്ധേ അശ്വപൃഷ്ഠേ ഗജസ്കന്ധേ രഥോപസ്ഥേ ച കോവിദാഹ മുജുശരവർഷാണി മേഘ തദ്രിശ്വപോ യഥാ. ആനക്കഴുത്തിലും തേർത്തട്ടിലും ഒക്കെ ആയിക്കൊണ്ട് ആ മേഘങ്ങളിൽ നിന്ന് എങ്ങനെയാണോ ഇവിടെ കുന്നുകളിലേക്ക് വർഷം മഴ പെയ്യുന്നത്, അതേപോലെ ശരവർഷങ്ങൾ അവിടെ പൊഴിച്ചു എന്ന് പറയാണ്. രുക്മിണീ ദേവി തന്റെ ഭർത്താവിന്റെ സൈന്യം ശത്രുക്കളുടെ ശരവർഷത്തോടുകൂടി മൂടിപ്പെട്ടതായി കണ്ടതായിട്ടുള്ള ആ രുക്മിണി ഭയന്ന് പറച്ചു. ശരിക്ക് വേഗം തന്നെ ആ ഭഗവാന്റെ മുഖത്തേക്ക് സവ്രീഡമൈക്ഷതദ്വക്ത്രം ഭയവിഹ്വലോചന, അല്ലെ, നല്ല ഒരു കാര്യങ്ങൾ നടത്തുവാൻ വേണ്ടിയിട്ട്
തയ്യാറായ സമയത്ത് തന്റെ ഉടപ്പുറന്നവന്മാരായിട്ടുള്ള രുക്മിണിയുടെ നേതൃത്വത്തിലുള്ള തന്റെ സുഹൃത്തുക്കളോട് കൂടിയിട്ടുള്ള അവരെ ഇങ്ങനെ ശത്രുഭാവത്തോടുകൂടി യാദവന്മാര് ചെയ്യുന്നത് കണ്ടപ്പം ലജ്ജയോടുകൂടി പേടിച്ച് വിറച്ചുകൊണ്ട് ഭഗവാന്റെ മുഖത്തേക്കൊന്ന് ഭയത്തോടുകൂടി നോക്കി എന്ന് പറയാണ്. വേഗം തന്നെ ഭഗവാൻ എന്ത് ചെയ്തു? പ്രഹസ്യ ഭഗവാനാഹമാസ്മഭൈർവാമലോചനെ വിനങ്ഷ്യത്യധുനൈവൈതൽ താവകൈ ശാസ്ത്രവം ബലം. വേറും പറഞ്ഞു, അല്ല സുന്ദരി രുക്മിണി എന്തിനാ ഭയപ്പെടുന്നത്? ശത്രു സൈന്യം ഭവതിയുടെ ആൾക്കാര് ആണെങ്കിൽ തന്നെ അവരെന്തായി? അവരൊക്കെ അവരുടെ ശത്രുതകളെയൊക്കെ ഇല്ലാണ്ടാക്കുവാൻ വേണ്ടി അതെല്ലാം നശിക്കും എന്ന് അവിടുത്തെ ഭഗവാന്റെ ആ പൊതുവേയുള്ള ആ മന്ദഹാസത്തോടുകൂടി രുക്മിണിയോട് അവിടെ പറഞ്ഞു. പിന്നീട് ഗദൻ, ബലരാമൻ തുടങ്ങിയതായിട്ടുള്ളവർക്ക് ആ ശത്രുക്കളുടെ പരാക്രമം സഹിക്കാനാവാതെ അവരെല്ലാം കോപിച്ചുകൊണ്ട് യുദ്ധത്തിന് തയ്യാറായി. പ്രത്യസ്ത്രങ്ങളൊക്കെ പ്രയോഗിച്ചുകൊണ്ട് ആ എതിർപക്ഷത്തിലുള്ള കുതിരകളെയും ആനകളെയും രഥങ്ങളെയും ഒക്കെ എയ്ത് വീഴ്ത്തി അവിടെ അങ്ങനെ രഥത്തിലും കുതിരപ്പുറത്തും ആനപ്പുറത്തും ഒക്കെ വന്ന് ആക്രമിക്കുന്നതായിട്ടുള്ള ശത്രുക്കളുടെയൊക്കെ അവരുടെയൊക്കെ കുണ്ടലങ്ങൾ പോലും കളയാതെ അവരുടെ ശിരസിനെ താഴിട്ടു എന്നാണ്. സകുണ്ടല കിരീടാനി സോഷ്മീഷാണിശകോടിശ. കിരീടം, കുണ്ടലം, തലപ്പാവ് തുടങ്ങിയതായിട്ടുള്ള ശിരസുകളൊക്കെ കോടിക്കണക്കിന് ആ ശിരസുകൾ അവിടെ നിലത്ത് വീണു എന്ന് പറയണം. പിന്നെയോ അവിടെ ആ വാളും ഗതയും ഉപയോഗിച്ചുകൊണ്ട് ഓരോരുത്തരുടെ കൈകളും കാലുകളും ഒക്കെ അറ്റുകിടക്കുന്നത് കാണാൻ സാധിക്കും. ഇങ്ങനെ കുതിരകള്, അശ്വങ്ങള്, പിന്നെയോ കോവർ കഴുതകള്, ആനകള് തുടങ്ങിയതായിട്ടുള്ള പലതരത്തിലുള്ള ഒട്ടകങ്ങള് തുടങ്ങിയതായിട്ടുള്ള ഒക്കെ അവരുടെയൊക്കെ ഓരോരോ അവയവങ്ങൾ നഷ്ടപ്പെട്ട് കിടക്കുന്നതായിട്ടുള്ള കാണാം. അങ്ങനെ ശത്രുക്കളുടെ ശരീരങ്ങളൊക്കെ എന്താണ് നുറുങ്ങി ആ യുദ്ധകളം ആയിട്ട് മാറി. അവിടെ ആ കുണ്ടിനപുരി അവിടെ എന്തായാലും വേഗം തന്നെ യുദ്ധത്തിലെ ജയിക്കണമെന്ന വാശിയോട് കൂടിയിട്ടുള്ള ആ യാദവന്മാരായിട്ടുള്ള അവര് ആ ശത്രുക്കളെ മുഴുവൻ കൊന്നൊടുക്കപ്പെട്ടിരിക്കുന്നതായിട്ടുള്ള സൈന്യങ്ങളോട് കൂടിയിട്ടുള്ള ആ യുദ്ധക്കളം കണ്ടുകൊണ്ട് ഒരു നിരാശ പൂണ്ട് തൻ്റെ ഭാര്യയെ അപഹരിച്ചുകൊണ്ട് പോകുന്നു എന്ന് വിചാരിച്ചുകൊണ്ട് ആ ശിശുപാലൻ അടുത്ത യുദ്ധത്തിനായിട്ട് വരുന്നു. അവിടെ എന്തായാലും അവിടെ പറഞ്ഞു, ഭോ പുരുഷശാർദൂല ദൗർമനസ്യമിതം ത്യജ ന പ്രിയോ രാജൻ നിഷ്ഠാദേഹിഷു ദൃശ്യതേ. ശിശുപാലൻ ഗംഭീരമായിട്ട് ഇങ്ങനെ വ്യസനവുമുണ്ട് ദേഷ്യവുമുണ്ട് എന്നുള്ള രീതിയിൽ യുദ്ധത്തിനായിട്ട് പുറപ്പെട്ട സമയത്താണ് ജരാസന്ധൻ അവിടെ ചെന്ന് പറഞ്ഞു, ഇങ്ങനെ വെറുതെ ഇനി ബഹളം കൂട്ടിയിട്ട് കാര്യമില്ല. ഈ തോൽവി ജയവും അല്ലെങ്കിൽ പ്രിയവും അപ്രിയവും ഒക്കെ സ്വാഭാവികമാണ്. അത് അങ്ങ് ഭോ പുരുഷചാർദൂല ദൗമനസ്യമിതം ത്യജ. അങ്ങയുടെ ഈ വിഷമത്തെ അങ്ങ് ഇല്ലാണ്ടാക്കൂ, അല്ലെ? മനസ്സിന്റെ വിഷമം കളയൂ. പ്രിയം അപ്രിയം ഇതൊക്കെ ഈ ശരീരത്ത് സ്വാഭാവികമായിട്ടുണ്ടാകുന്നതാണ്. സുഖവും ദുഃഖവും ഒക്കെ ഇങ്ങനെ ദ്വന്ദ്വങ്ങൾ ഒക്കെ ഉണ്ടാകും. അതുകൊണ്ട് മരം കൊണ്ടുണ്ടാക്കിയതായിട്ടുള്ള ഒരു പെൺരൂപത്തിലുള്ള ഒരു പാവ അതിനെ കളിപ്പിക്കുന്നവന്റെ ഇഷ്ടാനുസരണം ആരാണോ ചലിപ്പിക്കുന്നത് എന്നുള്ള രീതിയിൽ അതെല്ലാം എന്താണ്? ഈ പാവകളെ പോലെ വെറും യന്ത്രങ്ങളാണ് നമ്മളൊക്കെ. നമ്മൾ ധരിക്കുന്നത് നമ്മളാണ് അനങ്ങുന്നതെന്ന്. ഒരിക്കലും അല്ല. കാരണം എന്താണ്? ഇതിനെ നമ്മൾക്ക് ചലിപ്പിക്കുന്നതായിട്ടുള്ള ഒരു അല്ലെ ശക്തി എന്നുള്ള രീതിയിൽ അത് ഭഗവാന്റെ ഈശ്വരേച്ഛയ്ക്കനുസരിച്ചാണ് നമുക്ക് സുഖവും ദുഃഖവും ഒക്കെ വന്നു പോകുന്നത്. അപ്പൊ അതിൽ നമ്മൾ പരിതപിക്കേണ്ട കാര്യമില്ല എന്നൊക്കെ ആ ശിശുപാലനെ പറഞ്ഞ് മനസ്സിലാക്കുവാൻ വേണ്ടി അവർ ചെയ്തു. എന്തായാലും അവിടെ പറയാണ്, ശൗരേ സപ്തദശാഹം വൈ സംയുഗാനി പരാജിത ത്രയോവംശതിഭിസ്തൈന്യൈർജിഗ്യ ഏകമഹം പരം. ഈ ഞാൻ പോലും പറയാണ്, ജരാസന്ധൻ പറയാണ്, ഞാൻ പോലും 23 അക്ഷൗഹിണി ത്രയോവിംശതിഭി സൈന്യ ജിഗ്യേകമഹം പരം. അങ്ങനെ 23 അക്ഷൗഹിണികളോടുകൂടി സൈന്യവ്യൂഹത്തോടുകൂടി ഭഗവാന്റെ അടുത്ത് ചെന്ന് യുദ്ധം ചെയ്തിട്ടും 17 പ്രാവശ്യം പരാജയപ്പെട്ടോടുകയായിരുന്നു ചെയ്തത്. ആലോചിച്ച് നോക്കുക കൃഷ്ണന്റെ ഇത്. പിന്നെയാണോ അങ്ങിങ്ങനെ പേടിക്കേണ്ട കാര്യം, അല്ലെ? അങ്ങനെ ജരാസന്ധനെ വഞ്ചിപ്പിക്കുവാൻ വേണ്ടിയിട്ട് അവിടുന്ന് പേടിച്ചോടുകയാണ് ഇത്.
അല്ലെ? 17 തവണ പരാജയപ്പെട്ടിട്ടും എന്ത് എനിക്ക് ദുഃഖമില്ല. അതങ്ങ് മനസ്സിലാക്കണം, അല്ലെ? 17 തവണ പരാജയപ്പെട്ടിട്ടും എനിക്ക് ദുഃഖമില്ല. അങ്ങനെ അതില് ദുഃഖിക്കുകയോ ആഹ്ലാദിക്കുകയോ ഒന്നും ചെയ്യേണ്ട കാര്യമില്ല. ഈ ലോകം എന്ന് പറയുന്നത് എന്താണ് ശരിക്ക്? ഇതൊക്കെ ഈശ്വരേച്ഛയാൽ നടക്കുന്നതാണ്. കാലേന ദൈവയുക്തേന ജ്ഞാനൻ വിദ്രാവിതം ജഗൽ. ഈ ലോകത്തെ ഇന്ന് നിയന്ത്രിച്ചു കൊണ്ട് പോകുന്നതൊക്കെ ഈശ്വരേച്ഛയ്ക്കനുസരിച്ചാണ് എന്നൊക്കെ അവിടെ ജരാസന്ധൻ ആ ശിശുപാലനെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തു. പിന്നെ ആ വീരന്മാരായിട്ടുള്ള സേനാനികളായിട്ടുള്ള നമ്മള് ഈ എന്താണ് ധാരാളം സൈന്യങ്ങൾ ഉണ്ടായിട്ട് തുച്ഛമായിട്ടുള്ള കുറച്ച് ആൾക്കാരെ യാദവരുള്ളൂ. അങ്ങനെയുള്ള നിസ്സാര സംഖ്യയുള്ള യാദവരാൽ നമ്മൾ ഇന്ന് പരാജയപ്പെട്ടിരിക്കുകയാണ്. കാരണം എന്തുകൊണ്ടാണ്? അതിന്റെ നേതൃത്വം ആരാണ് ശരിക്ക്? അതിന്റെ നേതൃത്വം ഈ സകല ജഗത്തിനെയും നയിച്ചു കൊണ്ടുപോകുന്ന ശ്രീകൃഷ്ണ ഭഗവാനാണ് യഥാർത്ഥത്തില്. അത് മനസ്സിലാക്കുക. അതുകൊണ്ട് അവര് ജയിച്ചു. വേറെ വിഷമിക്കൊന്നും വേണ്ട. കാരണം എന്താണ്? തഥാ വയം വിജയിഷ്യാമോ യഥാ കാലപ്രദക്ഷിണ. ഇതൊക്കെ ഇന്ന് കാലം അവർക്ക് അനുകൂലമായി. അത്രയേ ഉള്ളൂ അവിടെ. നമുക്കും ഒരു കാലം വരും എന്നൊക്കെ പറഞ്ഞ് ആ ജരാസന്ധൻ ശിശുപാലനെ അവിടുന്ന് സമാധാനിപ്പിച്ചു. കാലം നമുക്ക് അനുകൂലമായിട്ട് വരുമ്പോൾ നമുക്കും ഈ ഭയങ്കരന്മാരായിട്ടുള്ള യാദവന്മാരെയൊക്കെ ജയിക്കാൻ സാധിക്കും എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്താണ് രുക്മീതു രാക്ഷസോദ്വാഹം കൃഷ്ണദ്യുടസഹൻ സ്വസു പൃഷ്ഠതോന്വഗമൽ കൃഷ്ണം അക്ഷൗഹിണ്യാവൃതോ ബലി. തൻ്റെ കൂട്ടുകാരെ കൊണ്ട് ഇപ്രകാരം ആശ്വസിക്കപ്പെട്ടവനായിട്ടുള്ള ആ ശിശുപാലൻ അനുചരന്മാരോടൊത്ത് വേഗം തൻ്റെ രാജ്യത്തേക്ക് തിരിച്ച് യാത്രയായി. അങ്ങനെ യുദ്ധത്തില് മരിച്ചവരൊക്കെ കഴിച്ച് ബാക്കിയുള്ള രാജാക്കന്മാരൊക്കെ എന്താണ് അവരവരുടെ രാജധാനിയിലേക്ക് തിരിച്ച് മടങ്ങി എന്ന് പറയാണ്. രുക്മിക്ക് തൻ്റെ സഹോദരിയെ ശത്രുവായിട്ടുള്ള ആ കൃഷ്ണൻ അപഹരിച്ച് രാക്ഷസ വിധിപ്രകാരം വിവാഹം കഴിച്ചത് ഒട്ടും അങ്ങോട്ട് ഇഷ്ടപ്പെട്ടിട്ടില്ല പറയാണ്. വേഗം തന്നെ എന്ത് ചെയ്തു? ഒരു അക്ഷൗഹിണി പടകളെ അങ്ങോട്ട് തയ്യാറാക്കിക്കൊണ്ട് കൃഷ്ണന്റെ പുറകെ ഓടാൻ തുടങ്ങി രുക്മി അവിടുന്ന്. അങ്ങനെ കയ്യൂക്കുള്ളവനായിട്ടുള്ള ആ രുക്മി അത്യമർഷത്തോടുകൂടി യുദ്ധസന്നാഹങ്ങളോടുകൂടി പടച്ചട്ട അണിഞ്ഞുകൊണ്ട് വില്ലേന്തിക്കൊണ്ട് എല്ലാ രാജാക്കന്മാരെയും ഒക്കെ കേൾക്കെ കൊണ്ട് അവിടുന്ന് അങ്ങ് പറഞ്ഞു. എന്താണ് പറഞ്ഞത്? അഹത്വാ സമരേ കൃഷ്ണമപ്രത്യൂഹ്യ ച രുക്മിണീം കുണ്ടിനം ന പ്രവേക്ഷ്യാമി സത്യമേതൽ ബ്രവീമിവ. പറഞ്ഞു, ഇനി ഈ കൃഷ്ണനെ യുദ്ധത്തിൽ നിഗ്രഹിക്കാതെയും അതുപോലെ തന്നെ രുക്മിണിയെ വീണ്ടെടുക്കാതെയും ഞാൻ ഇനി കുണ്ടിനം എന്നുള്ളൊരു നഗരിയിലേക്ക് പ്രവേശിക്കില്ല. ഇത് സത്യം സത്യം സത്യം. സത്യപ്രതിജ്ഞ എടുത്തോടെ. എന്തായാലും രുക്മി ഇപ്രകാരം ഇങ്ങനെ അട്ടഹസിച്ച് രഥത്തിൽ കയറിയിട്ട് നേരെ ആ ശ്രീകൃഷ്ണൻ എങ്ങോട്ടാണോ രുക്മിണിയെ കൊണ്ട് പോയത് അവരുടെ ആ തേർക്ക് നേരെ തെളിക്കാൻ തന്റെ രഥം ഓടിക്കാൻ തുടങ്ങി. അങ്ങനെ ചെന്ന് നോക്കിയപ്പോഴേക്കും കൃഷ്ണൻ ആ രുക്മിണീ ദേവിയെ രഥത്തിൽ കയറ്റിക്കൊണ്ട് യാത്രയാകുന്നത് കണ്ടു. നേരെ പുറകെ ചെന്ന് അവിടെ ചെന്നെന്തായി? അവിടുന്ന് അദ്യാഹം നിശിതേർബാണീർ ഗോപാലസ്യ സുദുർമതേഹേ നേഷ്യേ വീര്യമതം യേന സ്വസാമേ പ്രസഭം ഹൃത. കൂർത്തമൂർത്ത ശരങ്ങളെ കൊണ്ട് ദുർമതിയായിട്ടുള്ള ആ ആട്ടിടയനായിട്ടുള്ള കൃഷ്ണന് നേരെ അഹങ്കാരത്തോടുകൂടി ശരങ്ങള് അയക്കാൻ തുടങ്ങി അവിടുന്ന്. എന്തായാലും ആ ഭഗവാന്റെ ഈശ്വര മഹത്വത്തെക്കുറിച്ച് ഈശ്വര മാഹാത്മ്യത്തെക്കുറിച്ച് അറിയാത്തതായിട്ടുള്ള ദുർമതിയായിട്ടുള്ള രുക്മി അവിടുന്ന് ഗംഭീരമായിട്ട് വീരവാദത്തോടുകൂടി പറയാണ്. എന്താണ്? ആഹചാത്ര ക്ഷണം തിഷ്ഠ യദൂനാം കുലപാംസന. അവിടെ തേരിൽ ഒറ്റയ്ക്ക് അങ്ങോട്ട് ചെന്ന് കൃഷ്ണനോട് വെല്ലുവിളിച്ചുകൊണ്ട് അല്ലെ പറയാ യാദവ വംശത്തിന് കളങ്കമുണ്ടാക്കിയവനാണ് നീ എന്നുള്ള രീതിയിൽ അവിടുന്ന് ശകാരിച്ചുകൊണ്ട് കൃഷ്ണന് നേരെ അമ്പ ചെയ്തു എന്ന് പറയാണ്. എന്തായാലും കാക്ക എങ്ങനെയാണോ ഹവിസ് കൊത്തിക്കൊണ്ടു പോകുന്നത് അതുപോലെ എന്റെ സഹോദരിയെയും അപഹരിച്ചുകൊണ്ട് എവിടേക്കാണ് നിന്റെ യാത്ര? കുത്രയാസി സ്വസാരമ്യ മുഷിത്വാ ധ്വാംസമദ്ധവി ഹരിഷ്യദ്യമതം മന്ദമായിന കൂടയോധിന യാവന്ന മേഘതോ ബാണീ ശയീധാ മുഞ്ചദാരികാം സ്മയൻ കൃഷ്ണോ ധനുച്ഛിത്വാ
ഷഡ്ഭിർവിവ്യാധരുഗ്മിണം. അതുകൊണ്ട് എടാ ബുദ്ധീനനായിട്ടുള്ള മായാവിയും കപടയുദ്ധം ചെയ്യുന്നവനുമായിട്ടുള്ള നിന്റെ അഹന്ത ഞാൻ ഇപ്പോ ശരിയാക്കി തരാം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് രുക്മി ദാ എന്റെ അമ്പുകളേറ്റ് നീ മരിച്ച് അതായത് വീഴാതിരിക്കണമെങ്കിൽ എന്ന് പറഞ്ഞാലോ, ജീവനിൽ നിനക്ക് കൊതിയുണ്ടെങ്കിൽ എൻ്റെ സഹോദരിയായിട്ടുള്ള രുക്മിണിയെ അവിടുന്ന് വിട്ട് നീ ഇവിടുന്ന് രാജ്യം വിട്ടു പോകണം എന്നൊക്കെ ദാ ആ വീരവാദം മുഴക്കിക്കൊണ്ട് ഭഗവാന്റെ അടുത്തേക്ക് പറഞ്ഞു. ഇത് കേട്ടതോടുകൂടി ഭഗവാൻ എന്ത് ചെയ്തു, വേഗം ആ ഭഗവാന്റെ സ്വതസിദ്ധമായിട്ടുള്ള ആ ഒരു തൂമന്ദഹാസം അല്ലെ ഒന്ന് മന്ദഹസിച്ചുകൊണ്ട് ആ എഴുതായിട്ടുള്ള അൻപുകളെ മുഴുവൻ എന്താണ് അതൊക്കെ ഛേദിച്ചുകൊണ്ട് ആ രുക്മിണിക്ക് ഒന്ന് മുറിവേൽപ്പിക്കാതെ അവിടുന്ന് സംരക്ഷിക്കുകയും കൂടെ ചെയ്തു എന്ന് പറയാണ്. പിന്നെയോ ആ തിരിച്ച് പ്രത്യസ്ത്രം ചെയ്തുകൊണ്ട് രുക്മിണിയെ ദാ അവിടുന്ന് വേദനിപ്പിച്ചു. അഷ്ടഭിശ്ചതുരോവാഹാൻ ദ്വാഭ്യം സുതം ധ്വജം ത്രിഭി സജാന്യധനുരാധായ കൃഷ്ണം വിവ്യാധ പഞ്ചഭി. പിന്നെ പരസ്പരം ധാരാളം അല്ലെ അവിടുന്ന് 8 അമ്പെയ്ത് 4 കുതിരകളെയും 2 അമ്പെയ്ത് കൊണ്ട് സൂതന്മാരെയും 3 അൻപ് കൊണ്ട് ആ ധ്വജത്തെയും ഒക്കെ തകർത്തു രുക്മിയുടെ. അങ്ങനെ രുക്മി വേറൊരു വില്ലെടുത്തുകൊണ്ട് ശ്രീകൃഷ്ണന്റെ നേർക്ക് അമ്പ ചെയ്യാൻ വേണ്ടി ശ്രമിച്ചപ്പോൾ ആ അസ്ത്രത്തെയും കൂടി ആ ധനുസിനെയും ഒക്കെ ഭഗവാൻ അവിടുന്ന് ശമിപ്പിച്ചു. അങ്ങനെ രുക്മി വീണ്ടും വില്ലെടുത്ത് ഗംഭീരമായിട്ട് പിന്നീട് അസ്ത്രവിദ്യകൾ കഴിഞ്ഞു. അതെല്ലാം നഷ്ടപ്പെട്ടതിന് ശേഷം പിന്നീട് ശൂലം, കുന്തം, പരിഖം, പട്ടിശം, ശൂലം, ചർമാസി, ശക്തി, തോമരോ യദ്യദായുധമാധത്ത തത്സർവം സോച്ഛിനദ്ധരി. കുന്തം കൊണ്ടും ശൂലം കൊണ്ടും പരിച കൊണ്ടും വാൾ കൊണ്ടും വേലുകൊണ്ടും പിന്നെയോ ഈ എറിയുന്നതായിട്ടുള്ള കുന്തം, ഇങ്ങനെ ഇതിനെ കൊണ്ടൊക്കെ ആയുധങ്ങളെയൊക്കെ അവിടുന്ന് പ്രയോഗിച്ചു. അവയെല്ലാം എന്ത് ചെയ്തു, ആ ശ്രീഹരിയായിട്ടുള്ള ഭഗവാൻ അതിനെയൊക്കെ ഖണ്ഡിച്ചു. രുക്മി അപ്പോൾ തന്നെ വേഗം തന്നെ എന്ത് ചെയ്തു, ആ വാള് എത്തിക്കൊണ്ട് രഥത്തിൽ നിന്ന് പുറത്തേക്ക് എടുത്ത് അങ്ങോട്ട് ചാടി കോപത്തോടുകൂടി ഭഗവാന്റെ അടുത്തേക്ക് അങ്ങോട്ട് ചെന്ന് നിഗ്രഹിക്കുവാൻ വേണ്ടെന്നുള്ള രീതിയിലേക്ക് ഓടി അങ്ങോട്ട് ചെന്നു. നേരെ എന്താണ് ഈ വരവ് കണ്ടു കഴിഞ്ഞാൽ എങ്ങനെയാണോ അല്ലെ ഹിരണ്യകശിപു നരസിംഹസ്വാമിയുടെ അടുത്തേക്ക് ചെന്നതുപോലെ, അല്ലെങ്കിൽ അല്ലെ അഗ്നി എന്തോ ഒരു തീറ്റ സാധനമാണെന്ന് വിചാരിച്ചുകൊണ്ട് പാറ്റ ചെന്ന് അഗ്നിയിൽ ചെന്ന് വീഴുന്നത് പോലെ സസ്യജാപതത ഖഡ്ഗം തിലശർമ്മജേഷുഭി ചിത്വാസിമാദതേ തിഗ്മം രുക്മിണം ഹന്തുമുദ്യത. അപ്പം അഗ്നിയുടെ നേരെ എന്നതുപോലെ തന്നെ ആ ഓടി വരുന്നതായിട്ടുള്ള രുക്മിണിയുടെ ആ വാള് ശ്രീകൃഷ്ണൻ എന്ത് ചെയ്തു, തൻ്റെ അസ്ത്രങ്ങളെ കൊണ്ട് അതിനെ വെറും ഒരു എള്ളിൻതരി ആയിക്കൊണ്ട് അതിനെ ഇല്ലാണ്ടാക്കി എന്ന് പറയാണ്. വേഗം തന്നെ എന്ത് ചെയ്തു കൃഷ്ണൻ ആ രുക്മിയെ വധിക്കുവാൻ വേണ്ടിട്ട് തൻ്റെ പുറയിൽ നിന്ന് വാളങ്ങോട്ട് ഊരി നന്ദകം, ഭഗവാന്റെ വാളിന്റെ പേര് നന്ദകം എന്നാണ്, ആ നന്ദകം അങ്ങോട്ട് എടുത്തു ഹനിക്കുവാൻ വേണ്ടി അങ്ങ് തുടങ്ങിയതോടുകൂടി എന്തായി, വേഗം രുക്മിണീ ദേവി ഭഗവാന്റെ പാദങ്ങൾ വീണങ്ങോട്ട് നമസ്കരിച്ചു. ദൃഷ്ട്വാ ഭ്രാതൃവധോദ്യോഗം രുക്മിണി ഭയവിഹ്വല പതിത്വാ പാദയോർ ഭർത്തുരുവാച കരുണം സതി. ഹേ കാരുണ്യനിധിയായിട്ടുള്ള ഭഗവാനെ അവിടുന്ന് ക്ഷമിക്കണേ. യോഗേശ്വര അപ്രമേയാത്മൻ ദേവദേവ ജഗൽപദേ ഹന്തും നാരിഹസി കല്യാണ ഭാതരമ്യേ മഹാഭുജ. തൻ്റെ സഹോദരനെ വധിക്കുവാനുള്ള അങ്ങയുടെ ഈ ഒരു പരിശ്രമം അവിടുന്ന് ഉപയോഗിക്കരുതേ. യോഗേശ്വര അറിയാനാകുന്നതായിട്ടുള്ള ആ സ്വരൂപം അല്ലെങ്കിൽ അറിവിന്റെ മൂർത്തിമത്ഭാവമായിട്ടുള്ള അവിടുന്ന് എൻ്റെ സഹോദരനെ അവിടുന്ന് നിഗ്രഹിക്കരുതേ എന്നുള്ള ആ രുക്മിണിയുടെ ആവശ്യം അല്ലെ. ഇതാണ് ശരിക്കും യഥാർത്ഥത്തിൽ രുക്മിണിയുടെ ആദ്യ വാക്യം തന്നെ എന്താണ്, മഹാഭുജ. മഹാഭുജ എന്ന് പറഞ്ഞാൽ എന്താണ് ശരിക്ക് അല്ലെ, ഈ ലോകത്തെ തന്നെ നിലനിർത്തിക്കൊണ്ട് പോകുന്നതായിട്ടുള്ള ഭുജങ്ങളാണത്. അങ്ങനെ സംരക്ഷിക്കുന്നതായിട്ടുള്ള ആ ഭുജങ്ങളെ അവിടുന്ന് അങ്ങയുടെ ആ ഒരു ഭഗവാന്റെ പ്രയോഗം വ്യർത്ഥമാക്കി കളയരുത് എന്നാണ്. ഇങ്ങനെയുള്ള നിസ്സാരമായിട്ടുള്ള ഒരു അല്ലെ അസുരന് വേണ്ടിയിട്ട് അങ്ങയുടെ ഈ സംരക്ഷിക്കപ്പെടേണ്ടതായിട്ടുള്ള കൈകള് അത് വ്യർത്ഥമാക്കി കളയരുതേ എന്നുള്ള രീതിയിൽ വേണമെങ്കിൽ അവിടെ നമുക്ക് വ്യാഖ്യാനിക്കാം. എന്തായാലും വേഗം തന്നെ ശ്രീ ശിവബ്രഹ്മർഷി പറഞ്ഞു, വേഗം ആ രുക്മിണി പേടിച്ച് ശരീരമാകെ വിറച്ചുകൊണ്ട് കരഞ്ഞുകൊണ്ട് മുഖം വരണ്ടിരിക്കുന്നു, ശബ്ദം പുറത്തേക്ക് വരുന്നില്ല.
അങ്ങനെയുള്ള കാഴ്ച കണ്ടതായിട്ടുള്ള നടുക്കത്തോടുകൂടി എന്താണ് അവളുടെ ആ സ്വർണമാലകൾ താൻ ധരിച്ചിട്ടുള്ള സ്വർണമാലകളൊക്കെ അവിടുന്ന് കൃഷിയായിക്കൊണ്ട് അതൊക്കെ അഴിഞ്ഞു താഴെ പോകുന്നു. ഇങ്ങനെയുള്ള ആ രുക്മിണി തൻ്റെ കാൽ പിടിച്ചുകൊണ്ട് ആ ജ്യേഷ്ഠനെ നിഗ്രഹിക്കരുതേ എന്നുള്ള ഒരു യാചനയോടുകൂടി കരുണാഭാരതിയായിട്ടുള്ള ആ കൃഷ്ണൻ എന്ത് ചെയ്തു? വേഗം തന്നെ രുക്മിണി അവിടുന്ന് എഴുന്നേൽപ്പിച്ച് തൻ്റെ ഇടത്തെ കൈ കൊണ്ട് രുക്മിണി അങ്ങോട്ട് ചേർത്തങ്ങോട്ട് പിടിച്ചു. എന്നിട്ടോ ഇനി പുറയിൽ നിന്ന് എടുത്തതായിട്ടുള്ള വാള് എന്തെങ്കിലും അത് പ്രയോഗിക്കാതെ പറ്റില്ല എന്നുള്ള രീതിയിൽ ആ വാളെടുത്തുകൊണ്ട് രുക്മിണിയുടെ രൂപം ഒന്ന് മാറ്റി അവിടെ വിരൂപനാക്കി മാറ്റി. ചൈലേന ബദ്ധ്വ തമസാധുകാരിണം സശ്മശ്രകോകേശം പ്രവപൻ വ്യരൂപയിൽ. ശ്മശ്രു എന്ന് പറഞ്ഞാൽ ഈ താടി മീശകളൊക്കെ ഒരു ഭാഗത്തു നിന്ന് അങ്ങോട്ട് ആ വാളുകൊണ്ട് ഛേദിച്ചങ്ങളഞ്ഞ് വിരൂപമാക്കി അങ്ങോട്ട് വിട്ടു അവിടെ. അങ്ങനെ വേഗം തന്നെ എന്ത് ചെയ്തു? ആ യാദവ ശ്രേഷ്ഠന്മാരൊക്കെ അവിടെ ഓടിയെടുത്തി. അങ്ങനെ ആ രുക്മിണിയുടെ സൈന്യത്തെയൊക്കെ ഒരു ആന എങ്ങനെയാണോ താമരപ്പൊയ്കയിൽ ഇറങ്ങി അവിടെ മുഴുവൻ തകർക്കുന്നത്, അതേപോലെ ആ മഹാപ്രഭുവും ഭഗവാനും കരുണാമയനുമായിട്ടുള്ള ബലഭദ്രസ്വാമി അവിടെ എത്തി. അവിടെ വന്ന് ആ രുക്മിയെ കൊന്നോന്ന് ചോദിച്ചാൽ കൊന്നില്ല. അങ്ങനെ കൊല്ലാതെ കൊന്നതുപോലെ തന്നെ ആ സൈന്യങ്ങളെ മുഴുവൻ അവിടെ നിന്ന് നിഗ്രഹിച്ചു. എന്നിട്ട് വേഗം തന്നെ കൃഷ്ണനോട് അടുത്ത് ചെന്നിട്ട് പറഞ്ഞു, വേഗം ആ എന്താണ് തൻ്റെ ബന്ധുവാണ് ശരിക്ക് രുക്മിണിയെ സംബന്ധിച്ചിടത്തോളം ആരാണ് ഇപ്പൊ ഏറ്റവും കൂടുതൽ വിഷമിച്ചിരിക്കുന്ന രുക്മിണി ദേവിയാണ് അല്ലെ. തൻ്റെ എന്താണ് ഭർത്താവ് തൻ്റെ സഹോദരനായിട്ടുള്ള രുക്മിയെ ഉപദ്രവിക്കേണ്ടത് ഇപ്പൊ എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ലാതെ വിഷമിച്ചിങ്ങനെ ഇരിക്കുന്ന സമയത്ത് ബലഭദ്രസ്വാമിയെ സംബന്ധിച്ചിടത്തോളം ഇവിടെ ശ്രീകൃഷ്ണനെയോ രുക്മിയോ അല്ല കണ്ടത്, പിന്നെ ആരെയാണ്? രുക്മിണി ദേവിയാണ് കണ്ടത്. വേഗം തന്നെ എന്ത് ചെയ്തു? ആ കൃഷ്ണനോട് ലേശം അല്പം എന്താണ് പരുഷമായിക്കൊണ്ട് പറഞ്ഞു, ഹേ കൃഷ്ണ, താൻ ആരാണ് ഇപ്പൊ ഈ രുക്മി? തൻ്റെ ബന്ധുവല്ലേ ഈ രുക്മി എന്ന് പറയുന്നത് അല്ലെ? പരുഷമായിട്ടുള്ള ഭാഷയെ പറഞ്ഞു. മൈവാസ്മാൻ സാധ്യസൂയേധാ ഭ്രാതുർവൈരൂപ്യ ചിന്തയാ സുഖദുഃഖദോ നചാന്യോസ്തി യഥ സ്വകൃത ഭുക്പുമാൻ. പറഞ്ഞു അവിടുന്ന്, അല്ലയോ അതായത് ഇവിടെ ഈ എന്താണ് രുക്മിണിയോടായിട്ട് പറഞ്ഞു, മൈവാസ്മാൻ സാധ്യ അസൂയേധ ഭ്രാതുർ വൈരൂപ്യ ചിന്തയാ സുഖദുഃഖദോ നചാന്യോസി യഥ സുകൃത ഭുക്പുമാൻ. ഹേ സാധുശീലയായിട്ടുള്ള രുക്മിണി, അവിടുത്തെ ജ്യേഷ്ഠനെ വിരൂപിയാക്കിയതിലും അല്ലെങ്കിൽ അതിനെപ്പറ്റി ആ കൃഷ്ണനോട് ഇപ്രകാരം പതിഞ്ഞതിലും ഒന്നും ഒട്ടും ഒരു വിഷമവും അവിടുന്ന് തോന്നരുത്. കാരണം എന്താണ്? വേറെ ഒന്നുമല്ല, ഇപ്പൊ രുക്മിണി അനുഭവിച്ച എന്താണ്? അവരവര് ചെയ്തതായിട്ടുള്ള കർമ്മത്തിന്റെ ഫലം അവിടുന്ന് അനുഭവിക്കുന്നു എന്ന് മാത്രം അവിടെ. അപ്പം ശരിക്കും പറഞ്ഞാൽ എന്താണ്? സൽക്കർമ്മം ചെയ്തു കഴിഞ്ഞാൽ നല്ലത് വരും, ദുഷ്കർമ്മം ചെയ്തു കഴിഞ്ഞാൽ അവിടെ ദോഷം വരും എന്നുള്ളത് നമ്മളെ തെളിയിച്ച് കാണിക്കുകയാണ്. അതുകൊണ്ട് സ്വകർമ്മ സ്വഭാവത്തിന്റെ ഫലം മാത്രമാണ് ഇവിടെ ഉണ്ടായിട്ടുള്ളത്. അതുകൊണ്ട് രുക്മിണിക്ക് ആകപ്പാട വൈമനസ്യം ഉണ്ടായി എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഏട്ടൻ എന്നുള്ള രീതിയിൽ ബലരാമസ്വാമി ആ രുക്മിണിയെ അവിടുന്ന് ഒന്ന് സമാധാനിപ്പിച്ചു എന്ന് പറയാണ്. കാരണം എന്താണ്? ഭഗവാൻ ആദ്യം തന്നെ വിവാഹം ചെയ്ത ഒരാളാണ് ശരിക്കും. അപ്പം അങ്ങനെയുള്ള ആ വധുവിന്റെ അല്ലെങ്കിൽ ആ ഭാര്യയുടെ ജ്യേഷ്ഠനെ ഇങ്ങനെ വിരൂപിയാക്കി ബന്ധിക്കുക. അപ്പം ബലരാമസ്വാമി പറഞ്ഞു, കൃഷ്ണ, ഈ പ്രവൃത്തിയൊന്നും നമ്മളുടെ കുലത്തിന് ചേർന്നതല്ല എന്ന് പറഞ്ഞ് ഗംഭീരമായിട്ട് കൃഷ്ണനെ ശകാരിക്കുക. എന്തിനു വേണ്ടിയിട്ട്? രുക്മിണി ദേവിയുടെ സമാധാനത്തിന് വേണ്ടി ഭഗവാനെ അവിടുന്ന് ശകാരിക്കുക. എന്തായാലും ബന്ധുർവധാർഹദോഷോപി ന ബന്ധോർവധമർഹതി ത്യാജ്യസ്വേനൈവ ദോഷേണ ഹതഃ കിം ഹന്യതേ പുന. വീണ്ടും ഭഗവാനോടായിട്ട് പറഞ്ഞു, ഈ ബന്ധുവായിട്ടുള്ള രുക്മി മരിച്ചു കഴിഞ്ഞാൽ തന്നെ ആർക്കാ അതിന്റെ ദോഷം ശരിക്ക്? തൻ്റെ കൂടെ ബന്ധുവല്ലേ അവിടെ. അപ്പം തൻ്റെ ബന്ധുവിനെ കൊണ്ട് അല്ലെങ്കിൽ ബന്ധക്കാരിൽ നിന്നും ബന്ധുക്കൾ തന്നെ ദുഃഖം അനുഭവിക്കുന്ന ഇതിൽപ്പരം ഒരു ദോഷം വേറെ ഇല്ല അവിടുന്ന്. അതുകൊണ്ട് അയാളുടെ പാട്ടിന് വിടൂ കൃഷ്ണ. അയാളെ കൊല്ലാനൊന്നും നോക്കണ്ട. കാരണം കൊല്ലുന്നത് തനിക്കും കൂടെ കേടാണ് ബന്ധുക്കളായിട്ടുള്ളവര് ബന്ധുക്കളെ കൊല്ലുന്നതും കൂടെ കേടാണ്. അതുകൊണ്ട് അയാളുടെ സ്വന്തം ഇഷ്ടത്തിന് അയാളെ പറഞ്ഞു വിടുക. എന്തായാലും രുക്മി സ്വന്തം ഇഷ്ടം പരാജയപ്പെട്ടതിലും യുദ്ധത്തിൽ തോറ്റതിലുമൊക്കെ വിഷമിച്ചുകൊണ്ട് ആ ഒരു
എന്താണ് മരിച്ചോന്ന് ചോദിച്ചാൽ മരിച്ചില്ല, സൈന്യങ്ങളൊക്കെ ആയി, ഇപ്പൊ എന്താണ് ഇളിഭ്യനായിക്കൊണ്ട് ജസ്റ്റ് അല്ല എന്താ ആ ശരീരം മാത്രം എന്നുള്ള രീതിയിലായി ഇപ്പം. അങ്ങനെയുള്ള ആ രുക്മി അതെല്ലാം തന്റെ ദോഷഫലമാണ് എന്നുള്ളത് മനസ്സിലാക്കിക്കൊണ്ട് അവിടുന്ന് വേഗം തന്നെ ബലരാമസ്വാമി പറഞ്ഞു, ക്ഷത്രിയാണാമയം ധർമ്മ പ്രജാപതി വിനിർമ്മിത ഭ്രാതാവി ഭ്രാതരം ഹന്യാദ്യേന ഘോരതരസ്തദാ. ക്ഷത്രിയ ധർമ്മമാണ് യഥാർത്ഥത്തിൽ ഇവിടെ നമ്മൾ ചെയ്യുന്നത്. കാരണം എന്താണ്, എതിരെ അസ്ത്രങ്ങൾ എന്തി വരുന്നവരെയൊക്കെ ശത്രുക്കളായിട്ടേ കാണാൻ സാധിക്കുള്ളൂ അവിടെ, അല്ലെ? ഇന്ന് നമുക്ക് അർജുന വിഷാദ യോഗത്തിൽ ഭഗവാൻ അർജുനെ ഉപദേശിക്കുന്നത് പോലെ തന്നെ അപ്പം ഘോരസ്വരൂപത്തിലുള്ള ആ യുദ്ധത്തിന് ക്ഷത്രിയരെ സംബന്ധിച്ചിടത്തോളം എന്താണ് ബ്രഹ്മാവ് കൽപ്പിച്ചിട്ടുള്ളത് എന്താണ്? കുലധർമ്മമായിട്ട് യുദ്ധം ചെയ്യുക എന്ന് തന്നെയാണ് അവിടെ. അങ്ങനെയുള്ള ആ യുദ്ധത്തില് ശത്രു സഹോദരനായാൽ പോലും ആ സഹോദരനെ വധിക്കുക എന്നുള്ളതാണ് ആരുടെ എന്താണ് ധർമ്മം, അതിനെതിരെ നിൽക്കുന്നതായിട്ടുള്ള ഭഗവാന്റെ ധർമ്മം എന്നൊക്കെ അവിടെ പറഞ്ഞ് ആ രുക്മിണി ദേവിയെ അവിടുന്ന് വേഗം ഒന്ന് സമാധാനിപ്പിച്ചു. പിന്നെയോ രാജ്യസ്യ ഭൂമേർവിത്തസ്യ സ്ത്രിയോ മാനസ്യ തേജസ മാനിനോന്യസ്യ വാഹേത്തോ ശ്രീമദാന്ധാക്ഷിപന്തിഹി. പിന്നെ ഭഗവാനോടായിട്ട് ബലരാമ സ്വാമി പറഞ്ഞു, ഈ രാജ്യം, അതുപോലെ തന്നെ ഭൂമി, ധനം, സ്ത്രീ, അതുപോലെ തന്നെ അഭിമാനം, തേജസ്, ഇങ്ങനെയുള്ള ഇത്തരത്തിലുള്ള എന്ത് ഐശ്വര്യം ഉണ്ടായിക്കോട്ടെ, ഈ ഐശ്വര്യത്തിലൊക്കെ നമ്മള് അഹങ്കരിച്ചു കഴിഞ്ഞാല്, അല്ലെ, അതില് അന്ധരായി കഴിഞ്ഞാൽ എന്താണ്, അതിൽ അന്ധരായി കഴിഞ്ഞാൽ പിന്നെ അവരുടെ ഉള്ളില് എപ്പോഴും ദേഷ്യം മാത്രമേ ഉണ്ടാവുകയുള്ളൂ. അതുകൊണ്ട് കൃഷ്ണ ആ ദേഷ്യത്തെ ഒന്ന് അടക്കൂ എന്നുള്ളത്. കാരണം സാത്വികരൊക്കെ എന്താണ്, സാത്വികന്മാരൊന്നും ഒരിക്കലും ഇതിലൊന്നും അല്ലെ അവരെ ബാധിക്കില്ല. അവരൊക്കെ എന്താണ് ഈശ്വരേച്ഛയായിക്കൊണ്ട് ഇതിനെ സമനിലയോടുകൂടി കാണാൻ സാധിക്കും അവിടെ. അതുകൊണ്ട് ആ സമനില അവിടുന്ന് വിട്ടു പോകരുത് എന്നൊക്കെ പറഞ്ഞതാ ബലരാമസ്വാമി കൃഷ്ണനെ ഗംഭീരമായിട്ട് അവിടുന്ന് ഉപദേശിച്ചു. പിന്നെ രുക്മിണിയോട് പറഞ്ഞു, സർവ്വ ജീവജാലങ്ങളിലും ദ്രോഹബുദ്ധി പ്രകടമാക്കുന്ന ബന്ധുക്കൾക്ക് അല്ലെ അവരുടെ ആശംസകളോ അല്ലെങ്കിൽ അവരുടെ ഒരു എന്താണ് ക്ഷേമമോ ഒന്നും നമുക്ക് ശാശ്വതമായിട്ടുള്ളതല്ല. ഈ ബുദ്ധി അവിടുന്ന് അജ്ഞതയുടെ ഫലമായിട്ടാണ് രുക്മിണിയെ തന്റെ ബന്ധുക്കളുടെ ആ ദോഷത്തെ ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തു. അതുകൊണ്ട് അസ്ഥാനത്തിലുള്ള ഇത്തരം ഒരു സ്നേഹം പോലും നമ്മൾ ഒരിക്കലും ബന്ധുക്കളിൽ നിന്ന് സ്വീകരിച്ചു കഴിഞ്ഞാൽ എന്താ പറ്റുന്നത്? അതൊക്കെ ആപത്തിന് കാരണമാകും. ആത്മമോഹോ നൃണാമേഷ കൽപ്യതേ ദേവമായ ദുർഹൃദ ഉദാസീന ഇതി ദേഹാത്മമാനിനാം. അപ്പം ഇതൊക്കെ ഈശ്വരന്റെ വിലാസമായിക്കൊണ്ട് മനസ്സിലാക്കുകയാണ് വേണ്ടത്. അതുകൊണ്ട് നമ്മളുടെ ബന്ധുക്കളാണ് എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. അവരിൽ നിന്നും നമുക്ക് സുഹൃത്തിന്റെ ഭാവം ഉണ്ടാകാം, ശത്രുഭാവം ഉണ്ടാകാം, ഉദാസീനത ഉണ്ടാകാം. ഇങ്ങനെയുള്ള പലതരത്തിലുള്ള വ്യാമോഹങ്ങളൊക്കെ യഥാർത്ഥത്തില് ഈ ദേഹത്തെ അഭിമാനിച്ചുകൊണ്ട് ജീവിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം ഉണ്ടാവും. അവിടെ പിന്നെ അവിടെ ബന്ധുത്വത്തിന് അവിടെ അർത്ഥം ഉണ്ടാവില്ല. എല്ലാവർക്കും അവരവരുടെ എന്താണ് സുഖം തന്നെയാണ് ഏറ്റവും വലുത് എന്നെങ്കിലും ഇനിയെങ്കിലും അത് മനസ്സിലാക്കുക. അതിനെന്താ മനസ്സിലാക്കേണ്ടത്? ഈ വ്യാമോഹങ്ങള് ദേഹാഭിമാനികൾക്കത് മായയുടെ സ്വാധീനത്തിലാണ് എന്നുള്ളത് മനസ്സിലാക്കുക. അതുകൊണ്ട് എല്ലാ ആളുകളെ സംബന്ധിച്ചിടത്തോളം ഏതിനും ഉപരിയായിട്ട് വർത്തിക്കുന്നതാണ് ഒരേ ഒരു ആത്മാവ് തന്നെയാണ് എങ്കിൽ അതിൽ ആ നാനാത്വം കൽപ്പിക്കുന്നത് ആരാണോ അവരാണ് യഥാർത്ഥത്തിൽ മൂഢന്മാര്. അപ്പം എന്താണ് ഈ രുക്മിണിയുടെ ഉള്ളിലുള്ളതും അല്ലെങ്കിൽ കൃഷ്ണന്റെ ഉള്ളിലുള്ളതും തന്റെ ഉള്ളിലുള്ളതുമായിട്ടുള്ള ഒരേ ഒരു ചൈതന്യമാണെന്നുള്ളൊരു സത്യത്തെ മനസ്സിലാക്കാൻ സാധിക്കുക. അതിനൊരു നല്ലൊരു ഉദാഹരണവും പറഞ്ഞു. എന്താണ് ഉദാഹരണം പറഞ്ഞത്? നാനേവ ഗൃഹ്യതേ മൂഢൈർ യഥാ ജ്യോതിർ യഥാ നഭഃ. ആകാശത്ത് കാണുന്നതായിട്ടുള്ള ചന്ദ്രൻ ഒന്നേ ഉള്ളൂ ശരിക്ക്. താഴെ നോക്കിക്കഴിഞ്ഞാലോ ധാരാളം ജലാശയങ്ങൾ, പലതരത്തിലുള്ള തടാകങ്ങളും കുളങ്ങളും അല്ലെങ്കിൽ നദികളുമായിട്ട് ഇങ്ങനെ പലതരത്തിലുള്ള ജലാശയങ്ങളിലൊക്കെ പലതരത്തിൽ രീതിയിൽ നാനാതരത്തിൽ അതിനെയൊക്കെ നിഴലിക്കുന്നുണ്ട്. എങ്കിൽ നമ്മൾ നാനാത്വം ഒക്കെ കൽപ്പിക്കുന്നു അവിടെ. അങ്ങനെയുള്ള ആകാശത്തെ സംബന്ധിച്ചിടത്തോളം എന്താണ്, ആകാശം എന്ന് പറയുന്നത് ഒന്നേ ഉള്ളൂ, ചന്ദ്രൻ എന്ന് പറയുന്നത് ഒന്നേ ഉള്ളൂ. പക്ഷെ നമ്മൾ പലതരത്തിലും അല്ലെ ഘടത്തിലും മറ്റുമൊക്കെ വേറെ വേറെ എന്നുള്ള തോന്നൽ പോലെ നമ്മൾ കാണുന്നത് പോലെ ഒരേ ഒരു ചൈതന്യം മാത്രമേ ഇവിടെ ഉള്ളൂ എന്നുള്ളതൊക്കെ പറഞ്ഞുകൊണ്ട് രുക്മിണിയെ അവിടുന്ന് സമാധാനിപ്പിച്ചു. അതുകൊണ്ട് എന്താ വേണ്ട? ദേഹ ആദ്യന്തവാനേഷ ദ്രവ്യ പ്രാണഗുണാത്മകാത്മന്യവിദ്യയാകൃപ്ത
സംസാരയതി ദേഹിനം. പിന്നെ ദ്രവ്യം, പ്രാണൻ, ഗുണം ഇങ്ങനെ കലർന്നതായിട്ടുള്ള ഈ ശരീരം, 3 ഗുണങ്ങളോടും കൂടിയിട്ടുള്ള ഈ ശരീരം, അത് എന്താണ്? ആദിയും മധ്യവും അന്തവും 3 ഉള്ള ഇതാണ്. പക്ഷെ ഇതൊന്നും ഇല്ലാതെ, ഈ ആദ്യ മധ്യ അന്ത അവസ്ഥകളൊന്നും ഇല്ലാത്തതായിട്ടുള്ള, ഇതിനൊക്കെ ഹേതുവായിക്കൊണ്ട് ഇരിക്കുന്ന ആ ഒരേ ഒരു ശക്തി ആത്മാവാണ് യഥാർത്ഥത്തിൽ ഒന്ന്. ആ ആത്മാവ് മാത്രമാണ്. ആത്മന്യവിദ്യയാകൃപ്ത സംസാരയതി ദേഹിനാം. ഈ അജ്ഞതയാണ് യഥാർത്ഥത്തിൽ നമ്മളെ ദുഃഖിപ്പിക്കുന്നത് എന്നൊക്കെ അവിടെ ആ രുക്മിണിയെ പറഞ്ഞു കൊടുത്തു. നാത്മനോന്യേന സംയോഗോ വിയോഗശ്ചാസതസ്സതി തദ്ധേതുത്വാൽ തൽ പ്രസിദ്ധേ ദൃഗ്രൂപാഭ്യാം യഥാരവേഹേ. അതുകൊണ്ട് ഇതൊക്കെ എന്താണ്? ഇതൊക്കെ നമ്മളുടെ ദുഃഖമായിട്ട്, സംസാര ദുഃഖമായിട്ട് പരിണമിക്കുകയാണ്. അതുകൊണ്ട് ആ ആദിത്യ ഭഗവാൻ അല്ലെ നേത്രങ്ങൾക്കും രൂപങ്ങൾക്കും ദൃശ്യത നൽകുന്നു എന്നല്ലാതെ പിന്നെയോ അതൊന്നും സൂര്യനെ ബാധിക്കുന്നില്ല. ബാധിക്കാത്തത് പോലെ യഥാർത്ഥത്തിൽ എന്താണ്? ഇതിന്റെ ഉള്ളിലിരിക്കുന്ന ആത്മചൈതന്യമായിട്ടുള്ള ആ ഈശ്വരനാണ് ഇതെല്ലാം ചെയ്തുകൊണ്ടുവരുന്നത്. അല്ലെങ്കിൽ ആ ഉള്ളിൽ ആത്മസ്വരൂപമായിക്കൊണ്ടിരിക്കുന്ന ആ ദേഹത്തെ പ്രകാശിപ്പിക്കുന്നതിനൊക്കെ കാരണം എന്താണ്? ആത്മചൈതന്യമാണ് ശരിക്ക്. അതുകൊണ്ട് ആ ദേഹവുമായിട്ട് അവിടെ യോഗ സംയോഗ വിയോഗങ്ങൾ ഒന്നും തന്നെ അവിടെ ഉണ്ടാകുന്നില്ല. ഇതൊക്കെ നമ്മളെ ആ മിഥ്യാബോധത്തിലൂടെ നമുക്ക് കാണുകയാണ് അവിടെ. അപ്പൊ ആത്മാവ് തന്നെയാണ് ദേഹം എന്ന മിഥ്യാബോധത്തെ ഖണ്ഡിച്ചുകൊണ്ട് ഇവിടെ ബലരാമസ്വാമി രുക്മിണീ ദേവിയെ വേണ്ട പോലെയൊക്കെ അവിടുന്ന് സമാധാനിപ്പിച്ചു. പിന്നെ പറയാണ്, ജന്മാദയസ്തു ദേഹസ്യ വിക്രിയാത്മന ക്വചിൽ കുലാനാം ഇവ നൈവേന്തോർമൃതിഹ്യസ്യ കുഹൂരിവ. പലതരത്തിലുള്ള രീതിയിൽ നമ്മൾ സ്വപ്നങ്ങൾ കാണുന്നു അല്ലെ. സ്വപ്നം കാണുന്ന സമയത്ത് അഥാ യഥാ ശയാനാത്മാനം വിഷയാൻ ഫലമേവച അനുഭുങ്ക്തേപ്യ അസത്യർത്ഥേ തഥാംനോത്യബുധോ ഭവം. സ്വപ്നം കാണുമ്പോൾ അവിടെ യഥാർത്ഥത്തില് ഭോക്താവ് അല്ലെങ്കിൽ ഭോഗ്യം, ഭോഗം ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ാലോ ഇതൊക്കെ സ്വപ്നമായിരുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കുന്നത് പോലെ അതൊക്കെ എന്താണ്? യാഥാർത്ഥ്യങ്ങളല്ല എന്ന് മനസ്സിലാക്കിയതുപോലെ തന്നെ ഈ കാണുന്നതായിട്ടുള്ള പ്രപഞ്ചം മിഥ്യയാണ് എന്ന് അവിടെ ആ ബുദ്ധിഹീനന്മാരൊക്കെ ഭോഗങ്ങളെ സത്യമെന്ന സങ്കല്പത്തോടു കൂടി അനുഭവിക്കുന്നത് അങ്ങ് മനസ്സിലാക്കണം. തസ്മാദജ്ഞാനജം ശോകമാത്മശോഷ വിമോഹനം തത്വജ്ഞാനേന നിർഹൃത്യ സ്വസ്ഥ ഭവശുചിസ്മിതേ. എന്നിട്ട് അവിടെ പറയാണ്, ഈ സോമന്തഹാസം പൊഴിക്കുന്നതായിട്ടുള്ള ഹേ രുക്മിണീ ദേവി അല്ലെ, ഭഗവാനെ പോലെ തന്നെ നല്ലൊരു അല്ലെ പുഞ്ചിരി ആർക്കുണ്ട്? ആ രുക്മിണീ ദേവിക്കുണ്ട്. അതുകൊണ്ട് രുക്മിണീ ദേവി ഈ അജ്ഞാനം ഉണ്ടായതും തന്നെ തളർത്തുന്നതുമായിട്ടുള്ള ഈ ദുഃഖത്തെയൊക്കെ ഒഴിവാക്കൂ. അവിടുന്നൊക്കെ ഒഴിവാക്കിക്കൊണ്ട് എന്ത് ചെയ്യണം? സ്വസ്ഥാഭവശുചിസ്മിതേ, സുന്ദരിയായിക്കൊണ്ട് സ്വസ്ഥമായിട്ട് ആ കൃഷ്ണന്റെ കൈകളിൽ വന്ന് പെട്ടിട്ടുണ്ടെങ്കിൽ ഇനി പേടിക്കേണ്ട കാര്യമില്ല എന്നൊക്കെ പറഞ്ഞ് ബലരാമസ്വാമി അവിടെ ആ രുക്മിണീ ദേവി അവിടുന്ന് ഗംഭീരമായിട്ട് അവിടുന്ന് അങ്ങോട്ട് സന്തോഷപ്പെടുത്തി. അവിടുന്ന് എന്നിട്ട് പിന്നെ പറയുകയാണ്, ആ സുന്ദരിയായിട്ടുള്ള ആ രുക്മിണി ബലരാമന്റെ ഇപ്രകാരം പറഞ്ഞതായിട്ടുള്ള ജ്ഞാനത്തെയൊക്കെ എന്താണ് മനസ്സിലാക്കിക്കൊണ്ട് ആ മനസ്സിന്റെയൊക്കെ അവശതയൊക്കെ കളഞ്ഞ് തൻ്റെ വിവേക ബുദ്ധിയോടുകൂടി മനസ്സിനെ സമാധാനിപ്പിച്ചുകൊണ്ട് ആ രുക്മിണിയുടെ അവസ്ഥ, സൈന്യങ്ങളും തൻ്റെ ഊർജ്ജസ്വലതയായിട്ടുള്ള ആ ശത്രുക്കള്, അതുപോലെ അവരെല്ലാം യാദവന്മാരെ കൊണ്ട് നശിപ്പിച്ച് പിന്നെ എന്താണ് ഇപ്പം ആ രുക്മിണിയുടെ ജീവൻ മാത്രം അവിടെ അവശേഷിച്ചിരിക്കുകയാണ്. എന്തായാലും അങ്ങനെയുള്ള ആ പ്രാണാവശേഷ ഉത്സൃഷ്ടോ ദുർഹതബലപ്രഭ സ്മരൻ വിരൂപകരണം വിദധാത്മമനോരഥ ചക്രേ ഭോജകടം നാമ നിവാസായ മഹൽപുരം അഹത്വാ ദുർമതിം കൃഷ്ണം അപ്രത്യൂഹ്യവീയസീം കുണ്ടിനം ന പ്രവേക്ഷ്യാമിത്യുക്ത്വാ തത്രാവസദൃഷ. അവിടുന്ന് തൻ്റെ ഉദ്ദേശം വിഫലമായി. ആ വൈരൂപ്യവും ഒക്കെ ഇപ്പൊ സംഭവിച്ച് ഇതെല്ലാം ചിന്തിച്ചുകൊണ്ട് എന്തായി, താമസിക്കുവാൻ വേണ്ടിയിട്ടൊരു പുതിയൊരു സ്ഥലമുണ്ടാക്കി. ആര്? രുക്മി. എന്താണ്? ഭോജഘട്ടം എന്ന് പേരായിട്ടുള്ള ആ നഗരത്തില് അവിടെ ഒരു നഗരം പണിയിച്ച് ആ ദുർബുദ്ധിയായിട്ടുള്ള ആ ശ്രീകൃഷ്ണനെ നിഗ്രഹിച്ച സഹോദരിയെ വീണ്ടെടുക്കുവാൻ വേണ്ടിയിട്ട് താൻ ഇനി ആ രുക്മിണിയെ വീണ്ടെടുക്കാതെ ഇനി കുണ്ടിര നഗരത്തിലേക്ക് പോകുകയില്ല എന്ന് പ്രതിജ്ഞ ചെയ്തുകൊണ്ട്
ആ ഭോജഘടത്തിൽ വാസം ഉറപ്പിച്ചു എന്ന് പറയാണ്. എന്തായാലും ഈ ബലരാമന്റെ ഉദ്ദേശവും അതുപോലെ തന്നെ രുക്മിയും ഇത് കേട്ടിട്ടുണ്ട് ശരിക്കും. കാരണം എന്നിട്ട് മനസ്സിനൊന്നും ഒരു മാറ്റം വന്നിട്ടില്ല എന്ന് പറയാണ് അവിടെ. അങ്ങനെയുള്ള ആ ഭഗവാൻ വേഗം തന്നെ എന്ത് ചെയ്തു, രുക്മിണിയെ ആ ദ്വാരകയിലേക്ക് കൊണ്ടുപോയി. അവിടെ വിധിയാവണ്ണം ഭഗവാൻ ഭീഷ്മകസുതാമേവം നിർജിത്യ ഭൂമിപാൻ പുരമാനീയ വിധിവതുപയേമേ കുരുദ്വഹ. ശത്രു രാജാക്കന്മാരെയൊക്കെ ഒന്നൊഴിയാതെ എല്ലാവരെയും പരാജയപ്പെടുത്തിക്കൊണ്ട് രുക്മിണീ ദേവി എന്താണോ ആവശ്യപ്പെട്ടത് അതേപോലെയുള്ള കന്യാശുൽക്കമായിക്കൊണ്ട് തന്റെ വീരബലത്തെ ഭീഷ്മകന് നൽകിക്കൊണ്ട് ഭീഷ്മകപുത്രിയായിട്ടുള്ള രുക്മിണിയെ ആ ദ്വാരകയിലേക്ക് കൊണ്ടുപോയി അവിടെ വിധിയാം വണ്ണം ഭഗവാൻ അവിടെ വിവാഹം കഴിച്ചു. അഷ്ടവിധത്തിലുള്ള വിവാഹങ്ങളില് രാക്ഷസ രീതിയിലുള്ള വിവാഹം അവിടെ നടത്തി എന്ന് വേണമെങ്കിൽ അവിടെ പറയാൻ സാധിക്കും. വിവാഹ കർമ്മങ്ങൾ നടത്തിയാൽ മാത്രമേ യഥാർത്ഥത്തില് ആ ഭാര്യ എന്ന പദവിക്ക് ഒരു പ്രത്യേക പദവി ഉണ്ടാവുകയുള്ളൂ. അതുകൊണ്ട് രുക്മിണിയെ ഹരിച്ചത് ആരാണ് യഥാർത്ഥത്തില്? ആ രാക്ഷസ വിധിയോടുകൂടിയാണ് രുക്മിണി അവിടുന്ന് സ്വീകരിച്ചത് എന്ന് പറയണം. അങ്ങനെ ദ്വാരകയിൽ കൊണ്ടുപോയി വിവിധ തരത്തിലുള്ള വിവിധ ചടങ്ങുകളോട് കൂടിയിട്ട് തന്നെ ആ ഭഗവാൻ രുക്മിണിയെ അവിടുന്ന് സ്വയംവരം ചെയ്തുകൊണ്ട് അവിടുന്ന് സ്വീകരിച്ചു എന്ന് പറയാണ്. എന്തായാലും ആ ഭഗവാന്റെ ഏകാന്ത ഭാവത്തോട് കൂടിയിട്ടുള്ള ദ്വാരകാവാസികൾ മുഴുവൻ ഇന്നെന്തായി, എല്ലാവരുടെയും ഉള്ളിൽ എന്തെന്നില്ലാത്ത ആഹ്ലാദം. കാരണം എന്തുകൊണ്ടാണ്? ലക്ഷ്മി ഭഗവതിയാണ് തന്റെ നഗരത്തിലേക്ക് എത്തിയിരുന്നുള്ള ആ ഒരു സത്യത്തെ മനസ്സിലാക്കിയിട്ടാണോ എന്നറിയില്ല. എന്തായാലും അവിടെ ഓരോരോ ഗൃഹത്തിലും എന്താണ് ഇന്ന് ഉത്സവത്തിന്റെ പ്രതീതി അവിടെ ഉണ്ടാക്കിയിട്ടുണ്ട്. സ്ത്രീകളായിട്ടും പുരുഷന്മാരും ഒക്കെ ആയിട്ട് അവര് പലതരത്തിലുള്ള അവരുടേതായിട്ടുള്ള പലതരത്തിലുള്ള നാര്യശ്ചമുദിതാഹ പ്രമൃഷ്ടമണി കുണ്ടലാഹ പാരിബർഹമുപാജഹ്രുർവരയോ ചിത്രവാസസോ പലതരത്തിലുള്ള വിശേഷ വസ്ത്രാഭരണങ്ങളൊക്കെ അണിഞ്ഞുകൊണ്ട് ആ നഗരപ്രവേശത്തിന് എത്തിയിട്ടുള്ള നവദമ്പതികളായിട്ടുള്ള ആ കൃഷ്ണരുക്മിണിമാരെയൊക്കെ അവര് കണ്ടു. അവർക്ക് വേണ്ടതായിട്ടുള്ള ആ തിരുമുൽ കാഴ്ചകളൊക്കെ സമ്മാനങ്ങളൊക്കെ നൽകി. ദ്വാരകയിലെ വീഥികളിലൊക്കെ എന്തായി, ധാരാളം കൊടികളൊക്കെ നാട്ടി. അവിടെ സാവൃഷ്ണിപുര്യുത്തഭിരേന്ദ്രകേതുഭിർ വിചിത്രമാല്യാംബര രത്നതോരണൈഹി ബഹോ പ്രതിദ്വാരുപക്ലുപ്തമംഗളൈരാപൂർണകുംഭാഗരു ധൂപദീപികൈഹി. എന്തായാലും ഭഗവാനെ വരവേൽക്കുവാൻ വേണ്ടിയിട്ടതാ അവിടെ എല്ലായിടങ്ങളിലും വീഥികളിലൊക്കെ ഇന്ദ്രധ്വജങ്ങളൊക്കെ അവിടെ പറത്തി. പോരാ, നല്ല പൂമാലകള്, വസ്ത്രങ്ങള് തുടങ്ങിയതായിട്ടുള്ള ആ അലങ്കൃതമായിട്ടുള്ള തോരണങ്ങളെ കൊണ്ടൊക്കെ ആ ദ്വാരകാപുരി ഇന്ന് ഗംഭീരമായിട്ട് ശോഭിച്ചുകൊണ്ടിരിക്കുന്നു. ഓരോ ഗൃഹത്തിന്റെയും പ്രവേശന ദ്വാരങ്ങളിൽ എന്താണ് ആ രുക്മിണി കൃഷ്ണന്മാരെ സ്വീകരിക്കുവാൻ വേണ്ടി പൂർണ്ണകുംഭങ്ങള്, ആ അഷ്ടമംഗല്യങ്ങള്, ധൂപദീപങ്ങളോട് കൂടിക്കൊണ്ട് ആ രുക്മിണി സമേതനായിട്ടുള്ള ഭഗവാനേതാ അവിടുന്ന് ഗംഭീരമായിട്ട് ഓരോ വീടുകളിലും പൂജിക്കുന്നതോടെ സിക്തമാർഗാമതച്യുദ്ഭിരാഹൂത പ്രേഷ്ഠ ഭൂഭുജാം ഗജേർദ്വാസുപരാമൃഷൂരംഭാപൂഗോപശോഭിത. അവിടുന്ന് പറയുന്നു, വിവാഹത്തിന് ക്ഷണിക്കപ്പെട്ടതായിട്ടുള്ള യോഗ്യരായിട്ടുള്ള അസംഖ്യം ആളുകള് ദ്വാരകയിലേക്ക് എത്തിയിട്ടുണ്ട്. രാജാക്കന്മാരായിക്കൊണ്ട് എത്തിയിട്ടുണ്ട്. അവരുടെയൊക്കെ സൈന്യത്തിലെ ആനകളുടെ മതജലങ്ങളെ കൊണ്ട് ആ വീഥികളിലൂടെയൊക്കെ ആ ആനയിൽ നിന്നും മതജലം ഒഴുകിക്കൊണ്ട് വീഥികൾ മുഴുവൻ നിറഞ്ഞിരിക്കുന്നു. പിന്നെയോ ആ നഗരത്തിന്റെ പ്രവേശന ദ്വാരങ്ങള് അത് പലതരത്തിലുള്ള രീതിയിൽ അലങ്കരിച്ചിരുന്നു. എങ്ങനെ? കുലവാഴകൾ വെച്ചുകൊണ്ട്, അതുപോലെ തന്നെ പഴുക്കാമണ്ഡപങ്ങള്, അല്ലെ, പഴുക്ക കൊണ്ടുണ്ടാകുന്ന ആ അടയ്ക്കാക്കുലകളൊക്കെ ധാരാളം വെച്ച് അലങ്കരിച്ചിരിക്കുന്നു. രാജാക്കന്മാരെ കൊണ്ട് കൗരവന്മാരും സൃഞ്ജയന്മാരും കേകയന്മാരും വിദർഭമാരും ഒക്കെ, വിദർഭയിലുള്ള ആൾക്കാരും പിന്നെയോ കുന്തിഭോജന്റെ കൂട്ടുമാരും ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും വിലസുന്നതായിട്ടുള്ള അല്ലെങ്കിൽ പലതരത്തിലുള്ള പൊട്ടിച്ചിരികൾ ഫലിതങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട് ആഹ്ലാദ പ്രഹ്ലാദനത്തോടുകൂടി ഭഗവാന്റെ ആ ഗംഭീരമായിട്ടുള്ള രുക്മിണി സ്വയംവരം എല്ലാവരും അവിടുന്ന് ആസ്വദിച്ചു. രാജാക്കന്മാരും രാജകുമാരിമാരും ഒക്കെ ആ ശ്രീകൃഷ്ണ രുക്മിണിയെ വേണ്ട പോലെ, അതാണ് ദ്വാരകായാമഭൂദ്രാജൻ മഹാമോദപുരൗകസാം രുക്മിണ്യാരമയോപേതം ദൃഷ്ട്വാ കൃഷ്ണം ശ്രിയപതിം. എങ്ങനെയാണോ മഹാവിഷ്ണു ആ ലക്ഷ്മി ഭഗവതിയോടുകൂടി
ഇരിക്കുന്നത്. അതേപോലെ ഈ പ്രപഞ്ചത്തെ മുഴുവൻ ഇന്ന് ആഹ്ലാദത്തിൽ എത്തിക്കുന്നതിന്റെ കാര്യം ആരാണ് യഥാർത്ഥത്തില്? ഈ പ്രപഞ്ച നിയന്താതാവായിട്ടുള്ള ആ മഹാവിഷ്ണു ഐശ്വര്യപൂർണമായിട്ടുള്ള ലക്ഷ്മി ദേവിയോടുകൂടി ഇരിക്കുമ്പോൾ അങ്ങനെയുള്ള രൂപത്തില് അവരെ കണ്ടതോടുകൂടി, ആ ശ്രീകൃഷ്ണ രുക്മിണിയെ കണ്ടതോടുകൂടി എന്താണ്, അവരുടേതായിട്ടുള്ള രീതിയിൽ ഗാനരൂപത്തില് ആലാപനം ചെയ്തുകൊണ്ട് അവരൊക്കെ ഭഗവാനെ പ്രകീർത്തിച്ചു. അങ്ങനെ ദ്വാരകാ നഗരത്തിലെ നിവാസികള് ഭഗവാനായിട്ടുള്ള ശ്രീകൃഷ്ണ ഭഗവാൻ ലക്ഷ്മി ദേവി തന്നെയായിട്ടുള്ള രുക്മിണി ദേവിയോടുകൂടി ഒത്തുചേർന്നതായിക്കൊണ്ട് അവിടെ ആ ദ്വാരകാപുരി മുഴുവൻ ഇനി രുക്മിണ്യാ രമയോപേതം, അല്ലെ, ആ രുക്മിണിയോട് കൂടിയിട്ടുള്ള ആ കൃഷ്ണന്റെ വാസം ഇന്ന് നഗരത്തെ മുഴുവൻ സന്തോഷത്തിലേക്ക്, ആനന്ദത്തിലേക്ക് ആറാടുന്നതിന് വേണ്ടി കാരണമായി. അത്യന്തം സന്തോഷിച്ചു എന്ന് അവിടെ പറയാണ് ജനങ്ങൾ മുഴുവൻ. അങ്ങനെയുള്ള ആ വിവാഹാനന്തരം നവവധൂവരന്മാര് ആഡംബരപൂർവമായിട്ടുള്ള നഗരവീഥികളിലൂടെയുള്ള ഘോഷയാത്ര നടത്തുന്ന രീതി ഒക്കെ ഇതിലെ ഗംഭീരമായിട്ട് രുക്മിണീ സ്വയംവരം എന്നുള്ള ഒരു ഭാഗത്ത് നമ്മളെ കാണിച്ചു തന്നിരിക്കുന്നു. ഇങ്ങനെയുള്ള ആ ഭഗവാന്റെ ഏറ്റവും വിശിഷ്ടമായിട്ടുള്ള ഒരു ഭാഗമാണ് യഥാർത്ഥത്തിൽ രുക്മിണീ സ്വയംവരം. ഭഗവാൻ ഗുരുനാഥൻ എപ്പോഴും പറയുന്ന ഒരു വിഷയമാണ് ഈ രുക്മിണീ സ്വയംവരം എന്നുള്ള ഒരു ഭാഗം എന്നുള്ളത് എത്ര വർണ്ണിച്ചാലും മതിയാകില്ല എന്നാ പറയുക. കാരണം എന്താണ്, ശരിക്ക് അത് മംഗള സ്വരൂപമാണ്. ശരിക്കും ആ ലക്ഷ്മിയോടുകൂടി വിഷ്ണു ഭഗവാൻ ചേർന്നിരിക്കുന്നതായിട്ടുള്ള ഒരു സന്ദർഭം നമ്മളുടെ ഉള്ളിലും എന്നും നമുക്ക് കാണാൻ സാധിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഒരിക്കലും, കാരണം രണ്ടും രണ്ടാണ്. ഒന്ന് ആധ്യാത്മികമായിട്ടുള്ള ഒരു തത്വം, ഒന്ന് ഭൗതികമായിട്ടുള്ള തത്വം. ഇതാണ് ലക്ഷ്മിയും ഈ ഭഗവാനും ചേർന്ന്. ഇത് രണ്ടും ഒരേപോലെ ഒരേ തട്ടിൽ നമുക്ക് ഇരിക്കുമ്പോഴാണ് നമുക്ക് മംഗളം എന്നുള്ള ഒരു അവസ്ഥ ഉണ്ടാകുന്നത്, അല്ലേ? യഥാർത്ഥത്തിൽ ലക്ഷ്മി എന്ന് പറഞ്ഞാൽ ഭൗതിക സമ്പത്താണെങ്കിൽ ആ ഭഗവാൻ എന്ന് പറഞ്ഞാൽ ആരാണ്? ആത്മീയ സമ്പത്ത് എന്ന് പറയാം, അല്ലെ? ആധ്യാത്മിക സമ്പത്ത് എന്ന് പറയാം. അപ്പം ഈ ഭൗതികതയും ആധ്യാത്മികതയും ഒരേ തട്ടിലൂടെ നമ്മളുടെ ഉള്ളിൽ എപ്പോഴാണോ ശോഭിക്കുന്നത് ആ സമയത്താണ് നമുക്ക് കല്യാണം, മംഗളം എന്നുള്ള ഒരു അവസ്ഥ ഉണ്ടാകുന്നത് എന്ന് എപ്പോഴും അദ്ദേഹം അത് നിർബന്ധമായിട്ട് പറയും. അതിന് ഏറ്റവും നമുക്ക് ഉദാത്തമായിട്ടുള്ള ഒരു വഴിപാടെന്ന് പറഞ്ഞാൽ നിറച്ച് നെൽപ്പറ വെച്ച് ആ രുക്മിണീ കൃഷ്ണന്മാരുടെ മുമ്പിൽ വെച്ച് നമസ്കരിക്കുക മാത്രമേ ചെയ്യാനുള്ളൂ എന്ന് നമ്മളുടെ താല്പര്യങ്ങളെയൊക്കെ കാണിച്ചു തരുന്നു. അപ്പം രുക്മിണീ സ്വയംവരത്തിന്റെ പ്രധാനമായിട്ടുള്ള ഉദ്ദേശം എന്നുള്ളത് വിവാഹം നടക്കുക എന്നുള്ളതോ ഇതൊന്നും അല്ല ശരിക്കും. അതും കാരണമാണെന്ന് മാത്രമേ ഉള്ളൂ. പക്ഷെ ഏറ്റവും പ്രധാനം എന്നുള്ളത് ജീവിതത്തിൽ, മനുഷ്യ ജീവിതത്തിൽ എന്തിനെയാണോ നമ്മൾ ആശ്രയിക്കേണ്ടത്, ആ ആശ്രയിക്കുന്നത് ശ്രവണത്തിലൂടെ, അല്ലെങ്കിൽ നവതാഭക്തികളിൽ പ്രധാനമായിട്ടുള്ള ശ്രവണത്തിലൂടെ തന്നെ ആ ഭഗവാനെ സ്വന്തമാക്കിയ ആളാണ് രുക്മിണി എന്നുള്ളത് നമ്മളെ കാണിച്ചു തരുന്നു അവിടെ. അപ്പം യഥാർത്ഥത്തിൽ എന്താണ് രുക്മിണിക്ക് അവിടെ ഭഗവാനെ കിട്ടിയെന്ന് പറഞ്ഞതിന്റെ കാര്യം എന്താണ്? താൻ, അല്ലെ, തൻ്റെ ഉള്ളിലുള്ള യഥാർത്ഥമായിട്ടുള്ള ആത്മചൈതന്യത്തിനെ വ്യക്തമായിട്ട് ഒന്നേ ഉള്ളൂ എന്നുള്ള ഒരു അവസ്ഥയിലേക്ക് രുക്മിണിയെ ഉയർത്തിക്കൊണ്ടുവന്നതായിട്ടുള്ള ഒരു അതായത് നമ്മളുടെ ഉള്ളിലുള്ള ആ ചൈതന്യം എന്നുള്ളത് അത് ഈശ്വരൻ തന്നെയാണ് എന്നുള്ള ഒരു ബോധത്തിലേക്ക് എല്ലാം വിട്ട് ആ അദ്വൈത ഭാവത്തിലേക്ക് ഉയർത്തിക്കൊണ്ടുവന്നു രുക്മിണിയെ. എങ്ങനെ? ശ്രുത്വാ ഗുണാൻ ഭുവന സുന്ദര, അല്ലെ? ആ ഭഗവാനെ കേട്ട് 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 ആ അവസ്ഥയിലേക്ക് എത്താൻ സാധിച്ചു എന്നുള്ള ഏറ്റവും പ്രധാനമായിട്ടുള്ളൊരു ഭാഗം തന്നെ, ഏറ്റവും പ്രധാനമായിട്ടുള്ളൊരു ദിവസം തന്നെ നമുക്കിത് അനുസ്മരിക്കാൻ സാധിച്ചിട്ടുണ്ടെങ്കിൽ അതെല്ലാം ഗുരുനാഥന്റെയും അതുപോലെ തന്നെ ഭക്തന്മാരുടെയും ഭഗവാന്റെയും ഒക്കെ പാദങ്ങളിൽ നമുക്ക് സമർപ്പിക്കാം.